ഈ 2004 മരണപ്പെട്ട സൗന്ദര്യ എന്ന് പറയുന്ന നടിയും BJP പ്രവർത്തകയും ഒക്കെയായ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞത് അതൊരു സ്വാഭാവിക മരണമാണ്, ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം. പക്ഷെ ഇപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം പറയുന്നു അതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു പകപോക്കലിന്റെ ഭാഗമായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന വഴിക്കാണ് അവർ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് തീ പിടിച്ച് മരണപ്പെടുന്നത്. എന്താണ് സാറേ ഇതിലെനി കേന്ദ്രം അന്വേഷിക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? കമ്മം പോലീസിന് ചിട്ടിമല്ലു എന്നുള്ള ഒരാൾ കൊടുത്ത പരാതി ആണ് ഇത് ഒരു അപകട മരണമല്ല, ഒരു കൊലപാതകമാണ് എന്ന സൂചന നൽകുന്നത്. പോലീസ് അതേപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ പോലീസ് അധികാരികൾക്കും അവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസിനുമാണ് ഈ പരാതി ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം ഇത് 2004 ഏപ്രിൽ 17 ആയിരുന്നു ഈ ട്രാജഡി. അന്ന് ഹൈദരാബാദിലേക്ക് ഇവർ ഒരു സെസ്ന 180 വിമാനത്തിൽ, ചെറിയ വിമാനം, യാത്ര ചെയ്യുകയായിരുന്നു. അവരോടൊപ്പം അവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു മലയാളി പൈലറ്റായിരുന്നു അത് ഓടിച്ചിരുന്നത്, പിന്നെ ഒരു പ്രാദേശിക BJP പ്രവർത്തകനും. അപ്പോൾ സൗന്ദര്യ അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോൾ അവർ ഈ ആളുകൾ മുഴുവനും പൈലറ്റ് അടക്കം കത്തിക്കരിഞ്ഞു പോയി. അപ്പോൾ ഇത് ഒരു സാധാരണ അപകടം, ഹെലികോപ്റ്റർ അപകടം ആന്ധ്രാപ്രദേശിൽ കൂടെ നടക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അപ്പോൾ അതുപോലെ ഒരു അപകട മരണം, ഒരു ട്രാജഡി എന്ന നിലയിലാണ് ഇത്ര കാലം കരുതിപ്പോരുന്നത്. പക്ഷേ അവിടെ മോഹൻ ബാബു എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടനും സൗന്ദര്യയും തമ്മിൽ ഒരു ഭൂമിത്തർക്കം ഉണ്ടായിരുന്നു. ഭൂമിത്തർക്കം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവരുടെ ഗ്രാമത്തിൽ 6 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട വ്യവസായ സംരംഭത്തിനോ മറ്റോ ഈ നടൻ ആവശ്യപ്പെട്ടു, അവരോട് വിലയ്ക്ക് ആവശ്യപ്പെട്ടു. അവരത് കൊടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ അത് കൈക്കലാക്കാൻ അയാൾ കാണിച്ച ഒരു കുറുക്കുമാർഗത്തിലൊന്നാണ് ഇവരോടുള്ള പ്രതികാരം തീർക്കൽ എന്ന് പറയുന്നു. അതാണ് ഈ ആരോപണകർത്താവ് പോലീസിൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പോലീസ് അതേപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ BJPയുടെ 2004 തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു പ്രാദേശിക BJP പ്രവർത്തകർ ചെറു വിമാനത്തിൽ സഹയാത്രികരായി ഉണ്ടാകാൻ കാരണം. അപ്പോൾ എല്ലാവരും അതിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും മരിച്ചു. അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടി സൗന്ദര്യ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. 2 മലയാള സിനിമയിലെ നായിക നടിയായിരുന്നു അവർ. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായ സിനിമകളുമായിരുന്നു കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടിയുടെ ദാരുണമായ അന്ത്യം ഇതുപോലെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലാണ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇതിന് ഒരു ആശ്ചര്യവും അന്നത്തെ അപകടം ആശ്ചര്യവും അത്ഭുതവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ പൈലറ്റ് ഒരു മലയാളിയായിരുന്നു എന്നത്, 2 ഈ നടി, മലയാളികൾക്ക് സുപരിചിതയായ നടി, നല്ല രൂപവതിയായ ആളായിരുന്നു സൗന്ദര്യം. അന്ന് മരിക്കുമ്പോൾ അവർക്ക് 31 വയസ്സായിരുന്നു. അവർ വിവാഹിതയായിട്ട് 1 വർഷമേ ആയിട്ടുള്ളായിരുന്നു, ഗർഭിണിയായിരുന്നു. സാറേ, ഈ നടി എന്നതിലുപരി അവർ 2004 തിരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് കൂടി പോയ സമയത്താണ് അവർക്ക് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. അതാണ് 21 വർഷത്തിന് ശേഷം വലിയൊരു ഞെട്ടലോടുകൂടി അതൊരു സ്വാഭാവിക മരണമല്ല എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ BJP പ്രവർത്തകർ എന്തിനും, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് BJP തയ്യാറാകുമെന്ന് കരുതാമോ? അത് ഇയാൾ ഈ ചിട്ടിമല്ലു എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്ന പരാതി എത്രമാത്രം കാമ്പുള്ളതാണ്. കഴമ്പുള്ള പരാതിയാണെങ്കിൽ, അത് സീരിയസ് ആണെങ്കിൽ, അത് വലിയ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വസ്തുതകൾ ഉണ്ട് അറിയേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ സംസ്ഥാന ഏജൻസി ആയാലും ഒരു എഫിഷ്യൻ്റ് ഏജൻസി അന്വേഷിക്കേണ്ടതുമാണ്. അപ്പോൾ ഒരു അപകട മരണം എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു അന്വേഷണം നടത്തി അതിനെ കർഷപ്പ് ചെയ്ത് കാണും അന്നത്തെ നിലയിൽ. 2004 രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. അന്ന് ആ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അത് AB വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമായിരുന്നു. അപ്പോൾ പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ ദീർഘമായ ഒരു 10 വർഷത്തെ ഭരണം ഉണ്ടായിരുന്നു, 2014 വരെ. പിന്നെ
UPA ഗവൺമെൻറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 10 വർഷമായി, 10 വർഷത്തിലേറെയായി ഇപ്പോൾ നീളുന്ന BJP ഭരണം. ഇപ്പോൾ ആന്ധ്രയിൽ പിന്നെ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്, NDA ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഇത് ഹൈദരാബാദിലാണിത് നടന്നത്, തെലുങ്കാനയിലാണ് എങ്കിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഒരുപോലെ സുപ്രസിദ്ധയായിരുന്നു ഈ നടി, തെലുങ്ക് നടിയായതുകൊണ്ട്. എന്നല്ല, തെന്നിന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നടിയായിരുന്നു. തമിഴിലും മലയാളത്തിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റിൻ്റെ മരണം തീർച്ചയായും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷണ ആവശ്യം ഒരുപക്ഷെ അവരുടെ ഫാൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു വലിയ ആവലാതിയായോ പ്രക്ഷോഭമായോ ഉയരാം ഒരു ദിവസം. ഇത്രയും വർഷം തുറന്നു പറയാതെ ഒരാൾ പെട്ടെന്ന് തുറന്നു പറയാൻ വന്നതിന് പിന്നിൽ എന്തായിരിക്കും? അതാണ് നമ്മൾ ഇതിനകത്ത് സംശയിക്കുന്നത്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു, 21ാം വർഷം എത്താൻ പോവുകയാണ് അടുത്ത മാസം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇതുവരെ ഇയാൾ ഇതെന്താണ് പറയാതിരുന്നത്? ഇപ്പോൾ ഇയാളുടെ ഈ പരാതിക്കാരൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടാം. പിന്നെ അയാൾ വെറുതെ ആ നടനോടുള്ള ഇതിലെ ആരോപിതനാകുന്ന മോഹൻ ബാബു എന്ന് പറയുന്ന നടനോടുള്ള ഏതെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണോ, അതോ ഇതുവരെയും ഒളിച്ചു വച്ചിരുന്ന കാര്യം എന്നാൽ വ്യക്തിവൈരാഗ്യമായാലും അല്ലെങ്കിലും ഇപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണം എന്ന് ഇയാൾക്ക് തോന്നിയ ആദ്യം പരാതിക്കാരനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അത് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും ആ നിലയിലായിരിക്കും പോകുന്നത്. ഒരു സീരിയസ് ആയ ഒരു സംഭവത്തിൽ വളരെ ഗൗരവതരമായ ഒരു പരാതി കിട്ടിയിരിക്കുകയാണ്. ആ പരാതി പരിശോധിക്കുകയും പരാതിക്കാരൻ വെറുതെ ബ്ലഫ് ചെയ്യുകയാണെങ്കിൽ അയാളെ പിടിച്ച് അകത്തിടുകയും വേണം. തീർച്ചയായിട്ടും സൗന്ദര്യയുടെ തിരോധാനം അതൊരു ദുരൂഹ മരണമാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. മലയാളത്തിലും പ്രശസ്തയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ജയറാമിൻ്റെ സിനിമയിൽ നായികയെ, കിളിച്ചൂണ്ട മാമ്പഴം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിലും അവർ നായികയായി എത്തി. അപ്പോൾ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് ഈ മരണത്തിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ വേണമെന്നുള്ളത്. അത് സത്യൻ അന്തിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും 2 ചിത്രങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരിപ്പോഴും സജീവമായിട്ട് സിനിമാ രംഗത്തുള്ളവരുമാണ് ഈ 2 സംവിധായകരും. അന്ന് മലയാളി പ്രേക്ഷകരടക്കം ഞെട്ടിപ്പോയി ഇവരുടെ ഈ മരണ വാർത്ത കേട്ട്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയും ആ സംഭവത്തിൻ്റെ ഗൗരവവും ഒക്കെ മനസ്സിലാക്കി ഒരുപക്ഷെ ഈ സംവിധായകർ തന്നെ ഈ അന്വേഷണത്തിൽ ഇതിൻ്റെ ആവശ്യകത ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കും.